കാക്കി മോഹിച്ചവർ ഇപ്പോൾ തെരുവിൽ ഇറങ്ങുകയാണ്. CPO റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നടത്തുക എന്ന ആവശ്യവുമായി. രണ്ടായിരത്തി 19 നോട്ടിഫിക്കേഷൻ വന്ന CPO എക്സാമിലെ റാങ്ക് ഹോൾഡേഴ്സിന് ഇതുവരെ നിയമനം ആയില്ല എന്ന കാരണത്താൽ കേരളമെമ്പാടും സമരം നടത്തുകയാണ്. രാവിലെ 8 മുതൽ രാത്രി 8 വരെയുള്ള സമരത്തിന്റെ ആവശ്യം നിയമനം ലഭിക്കുക എന്നത് മാത്രമാണ്. ഉദ്യോഗാർത്ഥികളുടെ വാക്കുകൾ കേൾക്കാം. നമ്മൾ 530/2019 കാറ്റഗറി നമ്പറിൽ എക്സാം എഴുതി വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റുള്ള ഉദ്യോഗാർത്ഥികളാണ്. സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുമ്പത്തെ പേര് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് എന്നാണ്. അപ്പം ഈ ഒരു ലിസ്റ്റിന്റെ കാര്യം പറയാനാണെങ്കിൽ ആദ്യം അത് പറയാം. അതായത് 1 വർഷം മാത്രം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആണിത്. അത് മാത്രമല്ല 26 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു ഏജ് ലിമിറ്റ് ഉള്ള ഒരു എക്സാമാണ്. എന്നിട്ട് കൂടി ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് 2019 അതിനുശേഷം കൊറോണയ്ക്ക് മുമ്പായിരുന്നു. അതിനുശേഷം 2023 നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വർഷം മാത്രം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ മാത്രം കേരള PSC എടുത്തത് 4 വർഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉള്ള 90% പേരും ഏജ് ഓവറാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ. 7 ബറ്റാലിയനിൽ നിന്നും 13,975 പേര് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ട് വെറും 25% താഴെ നിയമനം മാത്രമാണ് കേരള PSC നടത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് 10,000-ലധികം പേര് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്ന സാഹചര്യമാണ് ഇനിയുള്ളത്. നമ്മുടെ ലിസ്റ്റിന് ഈ കാലാവധി വെറും 80 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം മാക്സിമം നിയമനം നടത്തുക എന്നുള്ളതാണ്. ഒരുപാട് പേര് പുറത്താവുന്ന ഒഴിവ് കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് നമുക്ക് ഒരു ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി 2020 അവസാനം ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് വർഷാവർഷം നടക്കുന്ന ഒരു എക്സാം ആയിട്ട് കൂടി സാമാന്യം 80 മുതൽ 100% വരെ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തസ്തികയായിരുന്നു സിവിൽ പോലീസ് ഓഫീസർ. ഈ ഒരു തസ്തികയിൽ മാത്രം, നമ്മുടെ തസ്തികയിൽ മാത്രമാണ് വെറും 25% ഒതുങ്ങിപ്പോയത്. അപ്പോൾ ഈ ഓരോ വർഷവും നല്ലൊരു റിട്ടയർമെന്റ് കൂടി ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് പോകുന്ന സാഹചര്യം കൂടി പോലീസിലുണ്ട്. മാത്രമല്ല നമ്മൾ അടുത്തിടെ കണ്ടതാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്ന സന്ദർഭം, അതുപോലെ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോലീസിൽ പല പ്രതിസന്ധികളും നേരിടുന്ന ഒരു സന്ദർഭവും കൂടെയാണ് നിലവിലുള്ളത്. എന്നിട്ട് കൂടി കഴിഞ്ഞ 2020 അവസാനം ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു 4 വർഷം, ഇന്നിപ്പോ 2024 നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു 4 വർഷത്തിന്റെ ഇടയിൽ ഒരു റാങ്ക് ലിസ്റ്റ് ഈ ഒരു തസ്തികയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് കൂടി ഈ ഒരു 25% നിയമനമായി ഉള്ളൂ എന്ന് പറയുന്നത് അത് വാസ്തവരഹിതമാണ്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ മാത്രം ഒരു പ്രത്യേകത ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ പോലും ഈ ഒരു 4 വർഷം കൊണ്ട് വെറും 390 ഫ്രഷ് വേക്കൻസി മാത്രമേ സർക്കാരിന് തരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഖ്യയാണ്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് 390 പേരെ റിട്ടയർമെന്റിലൂടെ ഒഴിവുണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരു വാസ്തവരഹിതം തന്നെയാണ്. അപ്പൊ നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇനിയും വേക്കൻസി ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിവരാവകാശം വഴി നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, കൊറോണ ടൈം ആയിട്ട് കൂടി പ്രിലിമിനറി മെയിൻസ് എക്സാം എഴുതി വന്നവരാണ് ഞങ്ങൾ. പ്രിലിമിനറി മെയിൻസ് എക്സാം നടത്തുമ്പോൾ തന്നെ കേരള മുഖ്യമന്ത്രിയും PSC ചെയർമാനും പറഞ്ഞൊരു വാക്കുകളുണ്ട്. അതായത് ഇനി ഈ ഒരു പ്രിലിംസ് മെയിൻസ് നടത്തുന്നത് തന്നെ ഒരു കുറച്ചുപേരെ മാത്രം ലിസ്റ്റ് ഉൾപ്പെടുത്താനും മാക്സിമം നിയമനം നടത്താനും എന്നുള്ളൊരു വാചകം ഒരു ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ഒരു വാക്ക് പോലും ഇവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കേരള ചരിത്രത്തിൽ തന്നെ ഈ ഒരു തസ്തികയിൽ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ പോലും മാക്സിമം ഒരു നിയമനം നടത്താത്ത ഒരു സർക്കാരിന് എങ്ങനെ അടുത്ത ലിസ്റ്റിൽ നിയമനം നടത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അവർക്ക് എന്നാൽ പോലും ഈ പ്രിലിമിനറി മെയിൻസ് എക്സാം ഇല്ല, പുതിയ തസ്തിക കഴിഞ്ഞവർ പോലും. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ പറയാനാണെങ്കിൽ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ ഒരു പ്രിലിംസ് മെയിൻസ് എഴുതി, ആദ്യമായിട്ട് അവസാനമായിട്ട് പ്രിലിംസ് മെയിൻസ് എക്സാം എഴുതിയ ഏക പോലീസ് ലിസ്റ്റ് നമ്മുടെ മാത്രമാണ്. അപ്പം അത്രയും വലിയൊരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഇത്രത്തോളം പ്രതിസന്ധികൾക്ക് തരണം ചെയ്ത് വന്നവരാണ് ഞങ്ങൾ. അപ്പം മാക്സിമം നിയമനത്തിന് ഞങ്ങൾക്ക് അർഹതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രയത്നിക്കുന്നത്. പോലീസിന്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ വന്നത് ചർച്ചയായതാണ് 2023 മെയ് 10 ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. ആ ഒരു സന്ദർഭത്തിൽ അടിയന്തരമായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിയ യോഗത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി ഹോസ്പിറ്റൽ സെക്യൂരിറ്റി ഒരു പോലീസ് 8 പോസ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ്. ആ ഫയൽ വരെ ഇന്ന് ഒരു 10 മാസമായി ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞിട്ട്. ഇന്നും ഓരോ പോലീസ് സ്റ്റേഷൻ, ഓരോ ആശുപത്രികളിൽ നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കണം, ഒരു ആശുപത്രിയിലും പോലീസ് 8 പോസ്റ്റ് രൂപീകരിച്ചിട്ടില്ല. ഇതേപോലെ 7ഓളം പ്രപ്പോസൽ ഫയൽ, നമ്മുടെ ഈ 10,000-ഓളം വരെ ജീവിതം ഒഴിഞ്ഞിരിക്കുന്ന ഒരു 7ഓളം പ്രപ്പോസൽ ഫയൽ സർക്കാരിന്റെ പരിഗണനയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഈ ഒരു പ്രപ്പോസൽ ഫയൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. ഇന്ന് വരെ അതിനൊരു നടപടി എടുക്കാനുണ്ടായിട്ടില്ല.
DGPയുടെ പ്രപ്പോസൽ പോലും തുടർ നടപടി ഉണ്ടാവില്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോ സമരം പ്ലാൻ ചെയ്തിരിക്കുന്ന രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നമ്മൾ ഈ സമരം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇപ്പൊ PSC കാണിച്ച ഈ ഒരു ക്രമക്കേടിന് അതിന് ഇരയായവരാണ് ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ. ഓക്കെ, ഈ ഒരു മെയിൻസ് ഈ ഒരു പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ഘട്ടം നമ്മുടെ ഈ പരീക്ഷയിലാണ് ആദ്യമായി പരീക്ഷിച്ചതും ഇപ്പൊ നമ്മളിൽ തന്നെ ഇത് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രതീതിയാണ് വന്നിരിക്കുന്നത്. ഈ അവസാനിക്കുന്ന ഈ സമയത്ത് തന്നെ അതായത് തെരുവിലാവുന്നത് ഇതുപോലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണെന്ന് PSC ഓർക്കണം. സാഗ് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.